കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അപ്പം ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് അഭി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു പക്ഷെ പോലീസുകാര് നിർമ്മലിനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. താനും അതിനകത്ത് ഉൾപ്പെട്ടിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. എങ്ങനെയാലും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പിന്നീട് വീണ്ടും നിർമ്മലിനെ ഫോൺ ചെയ്യണം. പക്ഷെ നിർമ്മലിനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ സമയത്ത് താൻ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ സംശയിക്കും. അത് വേണ്ട. ഒരുപക്ഷെ അവൻ തൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലോ ആ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഈ സമയം പോലീസുകാർ എന്ത് ചെയ്യുവാണ്? നേരെ നിർമ്മൽ എവിടെയുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ്. പക്ഷേങ്കിൽ അവിടെ കാണാൻ പറ്റിയില്ല. അവിടെ എങ്ങനെ പോയി സെർച്ച് ചെയ്തപ്പം നിർമ്മലിന്റെ കൂട്ടുകാരനെ മാത്രമാണ് കിട്ടിയത്. അവിടെ എങ്ങും കണ്ടില്ല. പിന്നീട് അവനോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എങ്ങോട്ടാ നിർമ്മൽ പോയെന്നൊന്നും ഒരു വിവരമില്ലായിരുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി നിർമ്മൽ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സമയം ആദർശനെ വിളിച്ചിട്ട് പോലീസുകാരൻ പറഞ്ഞു, അതെ ഞങ്ങൾ ഇവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷെ അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. ആദർശന് വല്ലാത്ത സങ്കടമായിപ്പോയി. അവനെ പിടി കിട്ടിയില്ലോ എന്നുള്ളൊരു കാര്യം ഓർത്തിട്ട് ഈ സമയം നയന അങ്ങോട്ട് വന്നു. നയനയോട് പറഞ്ഞു, അതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നാ പറഞ്ഞ നിർമ്മല്. എനിക്കറിയായിരുന്നു അവന് എങ്ങോട്ടെങ്കിലും മുങ്ങൂന്ന്. അവൻ അത്ര പെട്ടെന്ന് പിടിതരാൻ പോകുന്നില്ല. അവന്റെ പിന്നിൽ ശക്തമായിട്ട് ആരോ ഉണ്ട്. ഒരു പക്ഷേങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അത് അവൻ ഇങ്ങനെ കൃത്യസമയത്ത് തന്നെ എല്ലാ സ്ഥലത്തുനിന്നും മുങ്ങുന്നതെന്ന് പറയാം. ആദർശ് പറഞ്ഞു, എത്ര മുങ്ങിയെന്ന് പറഞ്ഞാലും അവസാനം അവൻ നമ്മുടെ കൈകളിൽ തന്നെ വന്ന് പെടും. അവൻ അതേ കാലം ഒളിച്ചു നടക്കാൻ പറ്റില്ല. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ കണ്ടെത്തുമെന്ന് പറയാം. ഈ സമയം മുറിക്ക് പുറത്തു വന്ന അഭി അവരുടെ മുറിയിലവിടെ പോയപ്പോൾ ഈ സംസാരം കേട്ടു. അഭിക്ക് സമാധാനമായി. ഭാഗ്യത്തിന് അവന് പിടി കൊടുത്തിട്ടില്ല. അവന് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. കുറച്ച് ടൈം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിർമ്മല കിട്ടുമോ ഇല്ലയെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കിട്ടി. അവൻ നിർമ്മലിച്ച് നീ എവിടെയാടാന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ റേഞ്ച് ഇല്ല, അതുകൊണ്ടാ കുറെ സമയമായിട്ട് നിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ നീ വീട്ടിൽ നിന്ന് മുങ്ങിയോന്ന് ചോദിക്കണം. അതൊക്കെ ഞാൻ എപ്പോഴേ മുങ്ങി. ഞാനിപ്പോൾ അവിടെ ഒന്നുമില്ലാന്ന് പറയണം. ഞാൻ സ്റ്റേറ്റ് ഒക്കെ വിട്ടെന്ന് പറയണം. സമാധാനം. ഞാൻ ഓർത്തു ഇന്ന് നിന്റെ പിടി വീണെന്ന്. കാരണം പോലീസുകാരൊക്കെ നിന്നെ പിടികൂടി അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നത് കേട്ടായിരുന്നു. ആ ഒരു ടെൻഷനിലായിരുന്നു ഞാനെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അഭി പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പെട്ടുപോയെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങാനും അവന്മാർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ പേര് പറയരുത്. അതെ പേരൊന്നും പറയത്തില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് പൈസ കൂടെ വേണ്ടി വരും എന്ന് പറയാം. പൈസയോ? അതെ എൻ്റെ കയ്യിലെ ക്യാഷൊക്കെ തീർന്നു. എനിക്ക് പൈസ വേണമെന്ന് പറയാം. എനിക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എന്റെ ചെലവുകളൊക്കെ നടക്കണ്ടേ. എനിക്ക് പൈസ വേണമെന്ന് പറയാം. ശരി ശരി ഞാൻ തരാന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അബിക്കൊരു കാര്യം മനസ്സിലായി. ഇവനിങ്ങനെ ഓരോ ദിവസം ഇനി ഇപ്പൊ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവൻ എത്ര കാലം പൈസ കൊടുക്കേണ്ട വരുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷനിലായിരുന്നു അബി. പിന്നീട് നയന മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുമ്പോൾ ആദർശ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നയന വന്നിരുന്നപ്പോ നയന ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം നയന ചോദിച്ചാൽ എന്താ പതിവില്ലാത്ത ഒരു നോട്ടം ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് പറയണം. അല്ല നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് അറിയണേന്ന് പറയും. ഓ അങ്ങനെ. പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ. എനിക്ക് കഴിവില്ല, എനിക്ക് നല്ല ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എന്ത് പറ്റി? മൂർത്തീസ് ജ്വല്ലറിയുടെ MDക്ക് മനമാറ്റം ഉണ്ടായിരുന്നു ചോദിക്കുക. ഈ സമയം ആദർശ് നയനയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുക. നയനയ്ക്ക് എന്തോ ആദർശിന്റെ നോട്ടം കണ്ടപ്പോൾ വല്ലാത്തൊരു വെപ്രാളമൊക്കെ അനുഭവപ്പെട്ടു. ഇതിനു മുമ്പില്ലാത്ത പോലെ ഒരു പ്രണയാർദ്രമായ ഒരു നോട്ടം വരുന്നത്. പെട്ടെന്ന് നയന കണ്ണു തിരിച്ചു. നയന ചോദിച്ചു, അല്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് എന്നോട് എന്തോ പറയാനോ സംസാരിക്കാനോ ഉണ്ടല്ലോ എന്ന് പറയണം. ഈ സമയം ആദർശ് പതുക്കെ വഴുതി മാറി. എനിക്ക് നിന്നോട് അങ്ങനെ സംസാരിക്കാനല്ലെന്ന് പറയാ. ആദർശിന് പിടികൊടുക്കാൻ ഭയങ്കര മടി. തൻ്റെ ഉള്ളിൽ ചില സമയങ്ങളിൽ ഇവളോട് ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഇവൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഇവളുടെ മുന്നിൽ താൻ ചെറുതായി പോയാലോ അങ്ങനെ ഒരു ചിന്ത ആദർശനുണ്ടാകുന്നേ. തൻ്റെ ഭാര്യയാണ്, ആ ഒരു ചിന്തയല്ല ഉണ്ടാകുന്നേ. അല്ലെങ്കിൽ താൻ ജീവിതകാലം മുഴുവൻ ചേർത്ത് പിടിക്കേണ്ടവളാണ്. അതൊന്നും ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേങ്കിൽ ദേവേന്റിനെ ഓർത്തിട്ടായിരിക്കും ആദർശ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും. പിന്നീട് നായന അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അങ്ങോട്ട്. ഈ സമയം നന്ദു ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു നന്ദുവിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നേ. അനിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ തന്നെയാ. ഇങ്ങനെയാണെങ്കിൽ അനാമികമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ അനി ഇതിനു മുമ്പ് വിവാഹങ്ങളും വേണ്ടെന്ന് വെക്കുക. എന്നാൽ തൻ്റെ 2 ചേച്ചിമാരുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അനി വിളിക്കുമായിരുന്നെങ്കിൽ ഇനി ഉള്ള കാര്യവും കൂടെ തുറന്നു പറയായിരുന്നു. അല്ലെങ്കിലും താൻ എന്തിനാ ഈ മനസ്സിലിട്ട് ഈ ടെൻഷനൊക്കെ അടിക്കണേ. ഇപ്പം അമ്മയെല്ലാം അറിഞ്ഞു കാണും. ഇനിയിപ്പം നയനേച്ചിയും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിന് തീരുമാനവും. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ മതിയാവുള്ളൂ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അനിയുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു ചിന്ത. നന്ദുവിൻ്റെ മനസ്സിൽ താൻ അന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ അവളെ എങ്ങനെ സ്വന്തമാക്കും? അനാമയമായിട്ടുള്ള വിവാഹത്തിന് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ.
അതിനുള്ള അവളെ തനിക്ക് വിവാഹം കഴിക്കേണ്ടി വരും. പക്ഷെ അവളെ വിവാഹം കഴിച്ചാലും നല്ലൊരു ജീവിതം ഒരിക്കലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവളുടെ സ്വഭാവം വെച്ച് പെട്ടെന്ന് മുറിയുണ്ടെന്നാ. ഈ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ കുടുംബമായിട്ടെന്ന് മാത്രമല്ല, താനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അനിയോർത്ത് നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നോർത്തിട്ട് നന്ദുവിനെ വിളിക്കുവാണ്. അങ്ങനെ നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദു കോൾ എടുക്കണോ വേണ്ടേന്ന് ആലോചിച്ചു. എടുത്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ നന്ദുവിനെ വിളിച്ചു. നന്ദു എന്തെടുക്കുമായിരുന്നു ഇരിക്കണം? ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് നന്ദുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതെ, എനിക്ക് അനിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യല്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്തൊക്കെയോ നന്ദുവിനോട് അനിയോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അത് ഓർത്ത് അനി ഇങ്ങനെ ഇരിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അനിയുടെ കല്യാണം അറിയാലോ. വേറൊന്നും ചിന്തകളും മനസ്സിൽ പാടില്ല. ഈ സമയം അനി ചോദിച്ചു, അല്ല നന്ദുവിന്റെ മനസ്സിലോ? എൻ്റെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ഞാൻ എപ്പോഴേ വിട്ടുള്ളത്. എനിക്കറിയാം, നടക്കാൻ പോകാത്ത സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഇപ്പൊ ഇനി അനിയുടെ മനസ്സിലുണ്ടാകേണ്ട അനാമിക മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുടെ മുഖം അനിയുടെ മനസ്സിൽ പാടില്ലെന്ന് പറയാം. ഈ സമയം അനി പറഞ്ഞു, നന്ദുവിന് അത് പറയാൻ എളുപ്പാ, പക്ഷേങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്ന് അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. നന്ദു ആകെപ്പാടെ പെട്ടു. ഇനിയിപ്പോൾ അനിയനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? തൻ്റെ മനസ്സിലും അനി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പക്ഷെ അത് അനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അത് പ്രശ്നം ആവത്തുള്ളൂ. അനിയുടെ ഉള്ളിൽ നിന്ന് പിന്നെ അത് പോകത്തില്ല. ഒരു പക്ഷെ അനി കല്യാണം വരെ വേണ്ടെന്ന് വെക്കും. അങ്ങനെ വന്നാൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തും. തൻ്റെ ചേച്ചിമാരുടെ ജീവിതം പോവും. അച്ഛനും അമ്മയും എല്ലാവരുടെ മുന്നിൽ നാണം കെടുകയും ചെയ്യും. അതൊരു കാരണവശാലും പാടില്ല. നന്ദു പറഞ്ഞു, അതെ, അവരെന്നെ വെറുതെ തെറ്റിദ്ധരിച്ച് വന്നിരിക്കുന്ന, എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നുള്ള ശരി തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക, അനാമികയെ മാത്രം ഇനി വിളിച്ചാൽ മതി. ഇനി എൻ്റെ ഫോണിലേക്കാണ് കോളൊന്നും വിളിക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ. ഇനിയിപ്പോൾ അനി വിളിച്ചാൽ ഞാൻ കോൾ എടുക്കാനും പോകുന്നില്ലെന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലായി, നന്ദുവിന് തന്നെ ജീവൻ തൊല്ലി ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അവളുടെ ചേച്ചിമാരുടെ കാര്യം ഓർത്തിട്ടൊക്കെ ആയിരിക്കും അവൾ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയുള്ള അവസ്ഥ അതൊക്കെ നന്ദുവിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നന്ദു ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു നിമിഷം ഓർത്തു, ഇനിയിപ്പം നയനേച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, ഒരു പക്ഷെ നയനേച്ചിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ. പക്ഷെ ആ സമയം അനി ഓർത്തു, എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നയനടുത്തി തൻ്റെ ഒപ്പം നിൽക്കുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായ നയനടുത്തി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതും കൂടെ പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നയനടുത്തേക്കും പിന്നീട് വിഷമാവും. അത് ഈ വീട്ടിലുള്ളതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനടുത്ത് ഈ വീടിന് പുറത്താവും. അതൊന്നും ഓർത്ത് പിന്നെ വേണ്ടാന്ന് തന്നെ വെക്കുവാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം നയന ഇങ്ങനെ സിറ്റൗട്ടിൽ കനകയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കനകയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പറയും, എനിക്ക് എന്താണെന്ന് അറിയത്തില്ലമേ, രാവിലെ തൊട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനം പരട്ടി വരുമെന്ന് പറഞ്ഞു. എന്ത് പറ്റുമോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അറിയത്തില്ല, ചിലപ്പോൾ ഫുഡൊന്നും ശരിക്കും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം അമ്മ, ഇഞ്ചി എന്തെങ്കിലും ഇടിച്ചു പിഴിഞ്ഞ് അരട്ടേന്ന് ചോദിക്കണം. വേണ്ട അമ്മ, കുഴപ്പമില്ലെന്ന് പറയാം. എന്നാൽ ശരി, നമുക്ക് ഡോക്ടറെ വല്ലതും പോയി കാണാം. അതിൻ്റെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നേ, അത്ര പ്രശ്നമൊന്നും ഇല്ല, അതങ്ങോട്ട് മാറിക്കോളൂന്ന് തോന്നേ. മോൾക്ക് വല്ല ക്ഷീണം ഉണ്ടോയെന്ന് ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല, തല ഇറങ്ങുന്ന പോലൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. അന്നെങ്കിൽ മോൾ ഇവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുവാണ്. അതെന്തേലും കാര്യമുണ്ട് പറയണമെന്ന് പറയാം. പക്ഷേ എങ്കിൽ നയനിക്ക് കുറേ സമയം പിടിച്ചിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നയനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരുമോ, നയനി അങ്ങോട്ട് പോയി നോക്കാനിക്കുവാണ് അങ്ങോട്ട്. ഈ സമയം കനയിച്ച് എന്ത് പറ്റും മോളെ, എന്താന്ന് ചോദിച്ച് പുറം ഇങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം ദേവേനെ അങ്ങോട്ട് കടന്നു വന്നു. ദേവേനെ വന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി, ഒരു ഛർദ്ദി നോക്കാനോ ഒക്കെ എന്താന്ന് ചോദിക്കുക. അതിപ്പോൾ പ്രത്യേകിച്ച് പറയാനുണ്ടോ ആദർശിൻ്റെ അമ്മേ? കല്യാണം കഴിച്ച് നമ്മൾ ഈ പ്രായമെല്ലാം കഴിഞ്ഞിട്ട് വന്നതല്ലേ, ഈ സമയമെല്ലാം കഴിഞ്ഞിട്ട് വന്നതല്ലേ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തിനാ ഈ ഛർദ്ദി നോക്കാനോ ഒക്കെ ഉണ്ടാകുന്നേ? അത് തന്നെ ആദർശിൻ്റെ അമ്മ ഒരു അമ്മമ്മയാവാൻ പോവാന്ന് പറയണം, അല്ല അമ്മൂമ്മയാവാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും ദേവന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അങ്ങോട്ട് ആദർശം കൂടെ വന്നു. ആദർശം കേട്ടി പറയണേ. ആദർശന് തൻ്റെ കാതുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതെന്താ ഈ പറയണെന്നുള്ള രീതിയിൽ ആദർശം അന്തം വിട്ട് നോക്കുവാണ് കനകേനെ നയനയും കൂടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. പ്രമോ വിശേഷമായിട്ട്. അപ്പൊ നാളെ ഫുൾ വിശേഷം വരും പറയാം എന്തൊക്കെ സംഭവിക്കുന്നത്. നാളത്തെ ഫുൾ വിശേഷം എപ്പോഴാണ് വരണേന്ന് അറിയത്തില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ വിശേഷം വരുമ്പം തന്നെ ഞാൻ ഇടാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. നയന ഗർഭിണിയൊന്നും അല്ല, പക്ഷെ വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ഇനി പാടൊന്നും പറയാൻ പറ്റില്ല. എന്തേലും ട്വിസ്റ്റുകൾ ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് എപ്പോഴും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.